നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കുറച്ച് ചെറിയുള്ളി മതി കേട്ടോ, അല്ലെങ്കിൽ കൊച്ചുള്ളി. അപ്പോൾ കുറച്ച് നമുക്ക് കൃഷി ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൽ നിന്നാണ് നമുക്ക് കണ്ടോ ഇതേപോലെ 5-8 ഇതേപോലത്തെ വലിയ വലിയ ഉള്ളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ ചെറിയ ഗ്രോ ബാഗോ അല്ലെങ്കിൽ ചെറിയ കവറോ ഒക്കെ ഉണ്ടെങ്കിൽ ചാക്കിലൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൃഷി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെ വളരീതിയാണ് പോട്ടമിക്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചാണകം പകുതി ഭാഗത്തേക്ക് എടുത്തിട്ടുണ്ട്, പകുതി ഭാഗത്തേക്ക് മണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പം അടിഭാഗത്ത് നമ്മൾ കരിയില കമ്പോസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾ ഭാഗത്ത് നിന്നിട്ട് ആ ഒരു ലെയറിലാണ് നമ്മൾ ഇതേപോലെ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്ത് നമ്മൾ കരിയില കമ്പോസ്റ്റ് മാത്രമാണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇതേപോലെ അഴുകാത്ത ഇലകളോ അല്ലെങ്കിൽ കട്ടയോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൽ ഉള്ളി നട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് കൂടുതലായിട്ട് നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മിതമായ രീതിയിൽ എന്നും ഈർപ്പം വേണം താനും. ഈ രീതിയിൽ വേണം നമ്മൾ ഉള്ളി നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളി എടുക്കുന്ന സമയത്ത് നമ്മൾ വിത്തിനായിട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ഉണങ്ങിയ വിത്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു കൊച്ചുള്ളിയൊക്കെ ചെറിയ ഉള്ളിയിൽ കുറച്ച് 1, 2, 3 ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല ഉരുണ്ട ഷേപ്പുള്ള ഒറ്റൊന്ന് മാത്രം ആക്കിയിട്ട് നടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഈ തൂമ്പ് ഭാഗമൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഭാഗത്തു നിന്നാണ് വേര് വരുന്നത്, അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് ഇത് മുള വരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു പോട്ടിൽ തന്നെ നമുക്ക് എത്രത്തോളം സ്പേസ് ഉണ്ടെങ്കിൽ ഏകദേശം ഇത് വലുതാവുന്നത് 5-6 ഇത് നട്ട ഉള്ളിയുടെ അത്ര കൂടി ഭാഗമായിട്ടാണ് വരിക. അപ്പോൾ അത്രയും സ്പേസ് മാറ്റി മാറ്റി വേണം നമ്മൾ ഇത് നട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് വിട്ടുപോയാലും ഇനിയിപ്പോൾ കുറച്ച് അടുത്ത് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വളർന്നു വന്നോളും. അപ്പോൾ നട്ട് ഏകദേശം ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിന് ഒരുപാട് ഇലകൾ വരാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഈ ഇലയും നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ തോരനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നട്ട് കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചുകൂടി ചാണകപ്പൊടി വിതറി കൊടുക്കണം. ഇനി നമുക്ക് നനച്ചു കൊടുക്കാം. നനച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ ഉള്ളൊരു പോട്ടമിക്സാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ പോട്ടമിക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പകുതി ഭാഗത്തേക്ക് മണൽ ചേർത്ത് കൊടുക്കുക. കരിയിലൊക്കെ കമ്പോസ്റ്റൊക്കെ ഇല്ലാത്തവർക്ക് പകുതി ഭാഗത്തേക്ക് മണൽ ചേർത്ത് കൊടുക്കാം, പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നട്ടാലും നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഡയറക്റ്റ് സൺലൈറ്റ് നല്ല തട്ടുന്നൊരു സ്ഥലത്ത് വെക്കുക. നിഴലുള്ള സ്ഥലത്ത്, ചോലയുള്ള സ്ഥലത്ത് വെക്കാതെ നന്നായിട്ട് വെയിലെപ്പോഴും കൊള്ളുന്നൊരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ മഴക്കാലത്ത് അങ്ങനെ അഴുകിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും വരാറില്ല. കൂടുതൽ മഴ വരികയാണെങ്കിൽ അഴുകിപ്പോകുന്ന പ്രശ്നവും കാണാറുണ്ട്. ഇവിടെ കണ്ടോ, നമുക്ക് ഇതേപോലെ നട്ട് ഏകദേശം 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് എല്ലാ ഉള്ളികളും മുളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നന്നായിട്ട് വളർന്നു വന്നോളും. അപ്പോൾ ഈ ഒരു കൊച്ചുള്ളി കൃഷി അല്ലെങ്കിൽ ചെറിയുള്ളി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു 3 മുതൽ 4-5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് പറിച്ച് തുടങ്ങാവുന്നതാണ് കേട്ടോ നമ്മൾ ആവശ്യത്തിന്. അപ്പോൾ ജൈവ ചെറിയുള്ളി കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാം. പോകുന്ന പോക്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ലൈക്കും തരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ കണ്ടൻറ്റ് ഇവിടെ നിർത്തുന്നു. നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.